ഇപ്പോൾ പ്രതിപക്ഷം ടെൻഡറിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഏഹ്, തെലങ്കാനയിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്. ഇനി ഇന്നെന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും പുതുതായി കണ്ടില്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയെക്കുറിച്ച്. ഈ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയെക്കുറിച്ച് ക്ലച്ച് പിടിക്കാത്ത ആരോപണങ്ങൾ എന്നാണല്ലോ സർക്കാർ പക്ഷം പറയുന്നത്. സ്പിരിറ്റ് കമ്പനി പേടി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്? ഞാൻ സർക്കാർ പക്ഷം എന്നുള്ളതൊന്ന് തിരുത്തി CPM പക്ഷം എന്ന് മാറ്റുന്നത് നല്ലതാണ്. കഴിഞ്ഞ 2 ദിവസമായി CPIയും RJDയും ഒക്കെ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടത് സർക്കാർ പക്ഷമല്ല, ഇപ്പോൾ അത് CPM പക്ഷമാണ്, അഥവാ MP രാജേഷ് പിണറായി പക്ഷമാണ്. എലപ്പുള്ളിയിലെ ഇപ്പോൾ സ്പിരിറ്റ് കമ്പനിയോടുള്ള വല്ലാത്ത സ്നേഹം, പ്രേമം ഒക്കെ സ്വാഭാവികമായ സംശയങ്ങൾക്കാണ് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ആദ്യം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. എങ്ങനെയാണ് OSS കമ്പനി ഇങ്ങോട്ട് വന്നത്? എന്തായിരുന്നു കവിത ഇവിടെ വന്നപ്പോഴുള്ള? ഇടക്കാലത്ത് പിണറായി വിജയൻ അങ്ങോട്ട് പോയിരുന്നു, ചന്ദ്രശേഖർ റാവുവിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, പുതിയ മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. കവിത 2 തവണ ഇവിടെ വന്നിരുന്നു. OSS കമ്പനി നേരത്തെ പല മദ്യ കച്ചവട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നായിരുന്നു. എന്തുകൊണ്ട് OSS മാത്രം ഇങ്ങോട്ട് വന്നു? തുടങ്ങിയ സംശയങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല. പിന്നെ നിങ്ങൾക്ക് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ പുറകോട്ട് പോയി, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് പ്രചരിപ്പിക്കുന്നതിനോടൊന്നും അല്ല, അതൊരു വെറും പ്രചരണമാണോ നികേഷ് അരവിന്ദ്? അതായത് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിടത്ത് തന്നെ നിൽക്കുന്നു എന്നാണെങ്കിൽ, നിങ്ങൾ ടെൻഡറിനെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞതാണ്, അതാണ് ഈ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയുമായി നിങ്ങളുടെ ആദ്യ പ്രതികരണമായി കണ്ടത്. അവിടെ നിങ്ങളിപ്പോൾ നിൽക്കുന്നില്ല. നിങ്ങളിപ്പോൾ തുടക്കം തൊട്ട് പറയുന്നതാണ് ഇപ്പോൾ നിൽക്കുന്ന വാദമെങ്കിൽ, ഈ കവിതയെക്കുറിച്ച് നിങ്ങൾ ഇന്നലെയാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു ദിവസവും നിങ്ങൾ പറഞ്ഞതായി കേട്ടില്ല. തുടക്കമെന്ന് ഉദ്ദേശിച്ചത് ഇന്നലെ രാവിലെയാണോ? അതാണോ ഇന്നലത്തെ തുടക്കമാണോ? അല്ല, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വ്യത്യസ്തമായ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ശ്രമം നടത്തും. ആ ഇൻഫർമേഷൻസ് പല ആളുകൾ നമ്മൾക്ക് എത്തിച്ചു തരും. ആ എത്തിച്ചു തരുന്നതിൽ ഇന്നലെയാണ് കവിതയെ പറ്റിയും അതിൻ്റെ പിറകുവശത്തെ പറ്റിയുമുള്ള അറിവ് കിട്ടിയത്. ആ അറിവ് ഞങ്ങൾ പങ്കുവച്ചു. പിന്നെ നേരത്തെ നിങ്ങൾ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു മന്ത്രിസഭ നോട്ടിനെ പറ്റി. കഴിഞ്ഞ 16-ാം തീയതി തന്നെ പബ്ലിക് ഡോക്യുമെന്റ് ആണ്, അതാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് എന്ന് പറഞ്ഞു. എവിടെയെങ്കിലും നമ്മൾ ആ പബ്ലിക് ഡോക്യുമെന്റ് ഏതെങ്കിലും ചാനലുകൾക്കകത്ത് പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല. മറ്റു വകുപ്പുകളുമായി ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്ന സർക്കാർ രേഖ മുന്നോട്ട് വെച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. എന്തിനാണ് ഒരു സർക്കാർ രേഖയിൽ ഈ കമ്പനിയെ ഇത്രയേറെ വെള്ളപൂശുന്നത് എന്നതിന് അഭിപ്രായം വന്നിട്ടില്ല. വെള്ളത്തിന്റെ അല്ല, കണക്കുമായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ഇത് ചാനലുകളിൽ വരാൻ കാത്തിരിക്കുകയായിരുന്നോ? ഇവർ നിയമസഭയിലെ അംഗങ്ങളല്ലേ? ഇവർക്ക് അറിയില്ലേ ഈ ക്യാബിനറ്റ് നോട്ട് വന്ന അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് ജനങ്ങളോട് പറയണം എന്നൊരു തോന്നൽ ഉണ്ടാകണ്ടേ? അതിനി മാധ്യമങ്ങൾക്കുണ്ടാകാത്തത് ഇതാരും കാണാത്തത് കൊണ്ട് എന്നാണെങ്കിൽ, മാധ്യമങ്ങൾക്ക് ഇതിലൊരു വലിയ പ്രശ്നമായി തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെല്ലാ ദിവസവും ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ ഈ നോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അരിച്ചു പറക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. എനിക്കറിയാവുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നും കാണാത്തത് കൊണ്ടാണ് അവരത് വാർത്തയാക്കാത്തത്. പ്രതിപക്ഷ നേതാവ് ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിച്ചത്. അന്ന് ആദ്യമായി കിട്ടിയ വാർത്ത എന്ന നിലയിൽ തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും അതുതന്നെയാണ്. ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയി ചർച്ച ചെയ്യപ്പെട്ടു എന്ന് ഒരു മാധ്യമവും പറഞ്ഞില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് 16 ദിവസങ്ങൾക്ക് മുമ്പ് വെബ്സൈറ്റിൽ കണ്ട സാധനത്തെ നാളെ ഇതാ ഒരു പുതിയ രേഖ പുറത്തുവിടാൻ പോകുന്നു എന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ച് പുറത്തേക്ക് വിട്ടത് ഒരു കാര്യം. അതേപോലെ മാധ്യമങ്ങളും അതുപോലെ അഭിനയിക്കുകയായിരുന്നു എന്നാണോ നിജേഷ് പറയുന്നത്? അല്ല, ഈ ക്യാബിനറ്റ് നോട്ടിനകത്തുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞങ്ങൾ അടിവരയിട്ട് പറഞ്ഞത്. അതിൽ ഒന്നാമത്തത്, മറ്റ് വകുപ്പുകളുമായി ഇത് ചർച്ച ചെയ്തിട്ടില്ല. ധനവകുപ്പുമായിട്ടോ ജലവിഭവ വകുപ്പുമായിട്ടോ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ടോ ഒന്നും ഇത് ചർച്ച ചെയ്തിട്ടില്ല. രണ്ടാമത് OSS നിങ്ങൾ അതിന്റെ നോട്ട് കയ്യിലുണ്ടെങ്കിൽ നോക്കുക. അല്ല നികേഷ് പറയൂ, നമ്മുടെ ചർച്ചയാണല്ലോ. എന്ത് ചർച്ച ചെയ്തില്ല എന്നാണ്? മറ്റു വകുപ്പുകളുമായി ഈ പ്രാഥമിക അനുമതി കൊടുക്കുന്ന സമയത്ത് എന്ത് ചർച്ച ചെയ്തില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്? കോൺഗ്രസ് അല്ല മന്ത്രിസഭാ നോട്ടിനകത്ത്, ക്യാബിനറ്റ് നോട്ടിനകത്ത് ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി
മറ്റ് വകുപ്പുകളുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം ഞാൻ വായിച്ചത്. നിങ്ങൾ പറഞ്ഞ പബ്ലിക് ഡോക്യുമെന്റിലും ഉള്ളത്. അതെ, ഇത് അതെന്തിനാണ് മാത്രമാണ് എന്നാണ് ഞാൻ ചോദ്യം. എന്തിനാണ് അങ്ങനെ മറ്റു വകുപ്പുകളുമായി ഈ പ്രാഥമിക ഘട്ടത്തിൽ ഒരു കമ്പനി നിങ്ങളുടെ നയമനുസരിച്ചുള്ള ഒരു പരിപാടി തുടങ്ങാൻ ഞങ്ങളിങ്ങനെ ശ്രമിക്കുകയാണെന്നൊരു പ്രോജക്റ്റ് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമിക അനുമതി കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ താങ്കൾ ഉദ്ദേശിക്കുന്ന ചില വകുപ്പുകളുമായിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണം എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഏത് ഘട്ടത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്? ഇതിനു മുമ്പ് സംസ്ഥാനത്ത് ബ്രൂവറി കൊടുത്ത സമയത്ത് ഇങ്ങനെ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വിളിച്ച് ടെൻഡർ വിളിച്ച് ആളുകളെ ക്ഷണിക്കുകയുമാണോ ഉണ്ടായിട്ടുള്ളത്? അല്ലെ, ഈ ചോദ്യത്തിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. നേരത്തെ ശ്രീ ലാല് തുടങ്ങിയ സമയത്ത് തന്നെ സ്പിരിറ്റ് കമ്പനി ഇവിടെ വന്നതുപോലെയുള്ള ചർച്ചയാണ് വരുന്നത്. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത് അറിയണ്ടേ? അതുകൊണ്ടല്ലേ ഒരു ഓൺലൈൻ മീറ്റിംഗ് വെച്ചുകൊണ്ട് എലപ്പുള്ളി പഞ്ചായത്തിനെ അറിയിച്ചു എന്ന് പലവട്ടം നിങ്ങൾ പറയുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞില്ലേ? ഇത് അറിയണ്ടേ? എലപ്പുള്ളി പഞ്ചായത്ത് ഇത് അറിഞ്ഞിട്ടില്ലേ? എലപ്പുള്ളി പഞ്ചായത്ത് ഇവർക്ക് വേണ്ട അനുമതി കൊടുത്തിട്ടില്ലേ? ഏലപ്പുള്ളി പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല. ഒരു ഓൺലൈൻ മീറ്റിംഗിൽ വെച്ച് ഒരുപാട് പഞ്ചായത്തുകൾ വിളിച്ച സമയത്ത് സെക്രട്ടറിയോട് ഇത് പറഞ്ഞു. സെക്രട്ടറിക്ക് പകരം അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പങ്കെടുത്തത്. ഇത് പറഞ്ഞു അടുത്ത പഞ്ചായത്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞു. എലപ്പുള്ളി പഞ്ചായത്തിലെ ഭരണസമിതിക്കകത്ത് അജണ്ടയായിട്ടോ ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ ഇത് ചർച്ച ചെയ്തിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഇത് എലപ്പുള്ളി പഞ്ചായത്തിലെ സെക്രട്ടറി പങ്കെടുക്കേണ്ട ഒരു ഓൺലൈൻ മീറ്റിംഗിൽ അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പങ്കെടുത്തതെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു കുറഞ്ഞ ഉദ്യോഗസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അത് പങ്കെടുത്ത കാര്യം വന്ന് സെക്രട്ടറിയോട് അത് ബ്രീഫ് ചെയ്യേണ്ടി വരും. സെക്രട്ടറി ആ കാര്യങ്ങൾ അവിടുത്തെ പഞ്ചായത്തിനെ അത് അറിയിക്കേണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ അത് നടക്കാതെ ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല. സെക്രട്ടറി അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്തത് വെറുതെ ആരെങ്കിലും അറിയിക്കാതെ വ്യാജമായി രഹസ്യമായിട്ടാണെന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായി 5 വർഷം പ്രവർത്തിച്ച ആളാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്ന എല്ലാ കത്തുകളും ഒരിക്കൽ പോലും അജണ്ടയായി ഭരണസമിതിയിൽ വരാറില്ല, പ്രസിഡന്റിനെ അറിയിക്കാറില്ല. ഭരണസമിതി അപ്രൂവൽ കൊടുക്കേണ്ട ഏതെങ്കിലും കാര്യമുണ്ട് എങ്കിൽ, ചർച്ച ചെയ്യേണ്ട ഏതെങ്കിലും കാര്യമുണ്ട് എങ്കിൽ അജണ്ടയാക്കി സെക്രട്ടറിക്ക് അത് ഉൾപ്പെടുത്താം. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭരണസമിതിയിൽ പോലും ഈ ചർച്ച വന്നിട്ടില്ല. അപ്പോൾ കോൺഗ്രസിന്റെ വാദം ഇപ്പോൾ ഈ എലപ്പുള്ളി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്ത ഓൺലൈൻ മീറ്റിങ്ങിലെ കാര്യങ്ങൾ സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സെക്രട്ടറി വഴി അത് ഭരണസമിതിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന പ്രശ്നത്തിലാണോ നിൽക്കുന്നത്? അല്ല, ഒരു പഞ്ചായത്തില് ഭരണസമിതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സമിതിയാണ്. ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം അവിടെയുള്ള 10 21 വാർഡ് അംഗങ്ങൾക്കാണ് ഉള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസിനുമാണ് ഉള്ളത്. അങ്ങനെയൊരു കത്ത് വന്ന് ഭരണസമിതിക്കകത്ത് 26 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെയൊരു പദ്ധതിക്ക് ഏകജാലകത്തിലൂടെ അപേക്ഷ വന്നിട്ടുണ്ട് എന്നും അതിനെ പറ്റിയുള്ള അഭിപ്രായം സ്വന്തം ആ വാർഡിലെ മെമ്പറോടെങ്കിലും ചോദിക്കുന്ന ഒരു വേദിയാണ് ഭരണസമിതി യോഗം. അങ്ങനെ ഒരു ഭരണസമിതി യോഗത്തിനകത്ത് സെക്രട്ടറി ഒരിക്കൽ പോലും അജണ്ടയാക്കിക്കൊണ്ട് ഇത് വന്നിട്ടില്ല. അല്ല, ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന വാദം ഇതല്ല, തുടക്കത്തിൽ ഉന്നയിച്ച വാദവും ഇതല്ല. ഈ പറയുന്ന വാദമാണെങ്കിൽ പോലും ഇനി ആ പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങേണ്ടതുണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒരു വാദം അവിടെ ഉന്നയിച്ച പഞ്ചായത്തിന് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സമയം ഇനിയുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നിലേക്കും പോകാതെ ക്യാബിനറ്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ വക്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചില വാദങ്ങൾ ഉയർത്തുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ വാദം. ഒരൊറ്റ പോയിന്റിൽ ഒരു വാദം എന്താണ് ഇലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ? ലാലിപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തിനാണ് മറ്റു വകുപ്പുകളുടെ അനുമതി എന്നാണ് എന്നോട് ചോദിച്ചത്. ആ വകുപ്പുകളുടെ അനുമതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിലെ പൗരനാണ് അവസാനത്തെ വാക്ക്. അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, താഴെത്തട്ടിലെ ജനത ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തേ മതിയാകൂ. അത് ചർച്ച ചെയ്യാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല എന്ന താങ്കൾ ഇവിടെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്തിനാണ് മറ്റ് വകുപ്പുകളുടെ അനുമതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും
എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴാണ് ഞാൻ ചോദിച്ചത് മറ്റ് വകുപ്പുകൾ ഈ ഘട്ടത്തിൽ അറിയേണ്ടതുണ്ടോ, അങ്ങനെ ഒരു എഴുതി ചോദിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന്. പക്ഷേ ഇത് ക്യാബിനറ്റ് നോട്ടാണ്. ക്യാബിനറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി മാത്രമുള്ളതല്ല, അതിനകത്ത് എല്ലാ മന്ത്രിമാരുമുണ്ട്, ചീഫ് സെക്രട്ടറിയുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്യാബിനറ്റ് ചർച്ച ചെയ്തെടുത്ത അനുമതിയാണ് 16 ദിവസങ്ങൾക്ക് മുൻപ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. അതാണ് രഹസ്യരേഖ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുത്തത്. ചില മാധ്യമങ്ങളൊക്കെ ഇത് ആദ്യമായി കാണുന്നത് പോലെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.